ഷാറുഖ് ഖാന്റെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് ജവാനാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമകളിൽ 6ാം സ്ഥാനത്താണ് ജവാൻ. അറ്റ്ലി സംവിധാനം ചെയ്ത സിനിമയിലെ അഭിനയത്തിനാണ് ഷാറുഖ് ഖാന് ഇത്തവണ നാഷണൽ അവാർഡ് ലഭിച്ചതും. അത്രയേറെ പ്രത്യേകതയുള്ള ചിത്രത്തിലെ നായികയായി എത്തിയത് നയൻതാരയാണ്. ദീപിക പദുക്കോൺ, പ്രിയാമണി തുടങ്ങിയ നായികമാരെല്ലാം അണിനിരന്ന ചിത്രത്തിൽ ചെറിയ റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും നായിക നയൻതാര തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഈ സിനിമ ചെയ്യില്ല എന്ന വാശിയായിരുന്നു നയൻതാരയ്ക്ക്. ജവാൻ മാത്രമല്ല, ഹിന്ദി സിനിമകളോട് തനിക്ക് താല്പര്യമേയില്ല എന്ന നിലപാടിലായിരുന്നു ഏറെക്കാലം നയൻ. എന്നാൽ ആ തീരുമാനം മാറ്റിയത് ഷാറുഖ് ഖാനാണ്. കഴിഞ്ഞ ദിവസം നയൻതാരയുടെ 41ാം ജന്മദിനം ആഘോഷിക്കവേ ജവാൻ എന്ന ചിത്രം നയൻ ഏറ്റെടുക്കാനുണ്ടായ കാരണത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു. ഷാറുഖ് ജിയോട് തനിക്കുള്ള ബഹുമാനവും ഇഷ്ടവും ഒന്നുകൊണ്ട് മാത്രമാണ് ജവാൻ എന്ന സിനിമ ഏറ്റെടുത്തത് എന്ന് പറഞ്ഞത് നയൻതാര തന്നെയാണ്. അറ്റ്ലിയാണ് ആദ്യം ഈ നായിക റോളിന് വേണ്ടി നയൻതാരയെ സമീപിച്ചതത്രേ. എന്നാൽ നയൻ അത് നിരസിച്ചു. പിന്നീട് ഷാറുഖ് ഖാൻ സംസാരിക്കുകയും നയനെ കൺവിൻസ് ചെയ്യുകയുമായിരുന്നത്രേ. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും താൻ ബോളിവുഡ് സിനിമയിലേക്ക് വരില്ലായിരുന്നു എന്നാണ് നയൻ പറഞ്ഞത്. അതിനൊപ്പം അറ്റ്ലിയോടുള്ള ബന്ധവും ഒരു കാരണമാണ്. അറ്റ്ലി തനിക്കൊരു സഹോദര തുല്യനാണെന്നും നയൻ പറഞ്ഞിട്ടുണ്ട്. ജവാൻ എന്ന ചിത്രത്തിന് ശേഷം ഷാറുഖ് ഖാനുമായി നല്ല സൗഹൃദ ബന്ധം നയൻതാരയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഘ്നേഷ് ശിവനുമായുള്ള കല്യാണത്തിന് മുഖ്യാതിഥികളിൽ ഒരാളായി ഷാറുഖ് ഖാൻ എത്തിയത്. നേരത്തെ ചെന്നൈ എക്സ്പ്രസ് എന്ന ഷാറുഖ് ഖാൻ ചിത്രത്തിലേക്കും നയൻതാരയ്ക്ക് ക്ഷണമുണ്ടായിരുന്നു. പക്ഷെ നായികയായിട്ടല്ല, 1 2 3 4 എന്ന് തുടങ്ങുന്ന പാട്ടരംഗത്തിന് വേണ്ടിയായിരുന്നു. 1 2 3 4 എന്ന പേരിൽ ഹിറ്റായ ആ പാട്ട് ചില പേഴ്സണൽ കാര്യങ്ങളാൽ നയൻതാര ഒഴിവാക്കിയെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ. പിന്നീട് പ്രിയാമണിയാണ് ആ ഗാനരംഗത്ത് അഭിനയിച്ചത്.